സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റെക്ടിഫയേഴ്സ് ആണ്. റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു എ സി സിഗ്നലിനെ നമുക്ക് ഡി സി ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഡിവൈസസിനെ പറയുന്നതാണ് റെക്ടിഫയേഴ്സ്. അപ്പോൾ എ സി സിഗ്നലിനെ ഡി സി സിഗ്നലായിട്ട് കിട്ടും. എ റെക്ടിഫയർ ഈസ് an electrical device that converts alternating current which periodically reverses direction into direct current which flows in only one direction. Direct current only ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് റെക്ടിഫയേഴ്സ്. അതായത് അതൊന്നുമല്ല, നമ്മൾ ഒരു പൾസേറ്റിംഗ് അല്ലെങ്കിൽ ഒരു എ സി സിഗ്നൽ കൊടുക്കുകയാണ്. ഒരു എ സി സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും കാണും, നെഗറ്റീവ് ഹാഫ് സൈക്കിളും കാണും. അതിൻ്റെ ഇതിനെ നമ്മൾ ഇൻപുട്ടായി കൊടുത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് റിപ്പിൾ എല്ലാം കളഞ്ഞ് അല്ലെങ്കിൽ അവസാനത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. റെക്ടിഫയേഴ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്, ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയറും ഒന്ന് ഫുൾ വേവ് റെക്ടിഫയറും. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിനെ പറ്റിയാണ്. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് എ ടൈപ്പ് ഓഫ് റെക്ടിഫയർ ദാറ്റ് കൺവേർട്സ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഇൻറ്റു DC current by allowing only one half of AC form to pass through while blocking the other half. എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളിപ്പോൾ ഒരു എ സി സിഗ്നൽ കൊടുക്കുകയാണെന്ന് വെച്ചോ, ഈ എ സി സിഗ്നലിന്റെ ഒരു ഹാഫ് സൈക്കിൾ മാത്രം ഔട്ട്പുട്ട് ആയിട്ട് കൺവെർട്ട് ചെയ്യും. അതിനെയാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് പഠിക്കാം, എങ്ങനെയാണ് ഹാഫ് വേവ് റെക്ടിഫയർ വർക്ക് ആകുന്നത്. അപ്പൊ നമ്മളൊരു പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇതിലുള്ള കമ്പോണൻസ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഡയോഡ്, പിന്നെ ഒരു ലോഡ് റെസിസ്റ്റർ, പിന്നെ ഒരു ട്രാൻസ്ഫോമർ. ഇത് മൂന്നുമാണ് ഇതിലുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് വർക്ക്. അപ്പൊ നമ്മളൊരു എ സി സിഗ്നൽ കൊടുക്കുകയാണ്. എ സി സിഗ്നൽ കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഇതാണ് നമ്മളെ എ സി സിഗ്നൽ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്തോന്നാണ്, ഡി സി ഔട്ട്പുട്ട് ആണ് കിട്ടേണ്ടത്. സോ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുകയാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഫസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുന്ന സമയത്ത് ഇത് ട്രാൻസ്ഫോമർ അല്ലേ, അപ്പൊ ഇവിടെ പോസിറ്റീവ് ട്രാൻസ്ഫോമർ അല്ലേ, അപ്പൊ ഇവിടെ പോസിറ്റീവ് കിട്ടും, ഇവിടെ നെഗറ്റീവ് കിട്ടും. അപ്പൊ എന്ത് പറ്റും, ഇതേപോലെ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഈ കോയിലിലോട്ട് ഇത് സെയിം ഡയറക്ഷനിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പം പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പി എൻ ജംഗ്ഷന്റെ ഫോർവേഡ് ബയാസിംഗ് ഉണ്ട്, റിവേഴ്സ് ബയാസിംഗ് ഉണ്ട്. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ പി റീജിയനിൽ പോസിറ്റീവ് ടെർമിനലും എൻ റീജിയനിൽ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്തിരിക്കും. പിന്നെ അടുത്തുള്ള റിവേഴ്സ് ബയാസിംഗ്. റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എൻ റീജിയനിൽ നെഗറ്റീവ് ടെർമിനലും എൻ റീജിയനിൽ പോസിറ്റീവ് ടെർമിനലും പി റീജിയനിൽ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്തിരിക്കും. സോ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ ഈ ജംഗ്ഷൻ വഴി ഒരു കറണ്ട് പാസ്സാവും. പക്ഷെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ജംഗ്ഷനിൽ കറണ്ട് പാസ്സാവൂല. ഇതുവരെ മനസ്സിലായല്ലോ. സോ അപ്പൊ നമ്മൾ ഇവിടെ എവിടെ എത്തി, ഇവിടെ പോസിറ്റീവ് ഇൻഡ്യൂസ് ചെയ്ത് ഇവിടെ നെഗറ്റീവ് ഇൻഡ്യൂസ് ചെയ്ത്. അപ്പൊ എന്ത് പറ്റും, ഇത് ഇവിടെ ഈ ഡയോഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർവേഡ് ബയാസ് കണ്ടീഷനിലാണ്. അപ്പൊ എന്ത് പറ്റും, ഈ ജംഗ്ഷൻ വഴി കറണ്ട് പാസ്സാവും. അപ്പൊ നമുക്ക് ഡി സി ഔട്ട്പുട്ട് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയണത് നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻഡ്യൂസ് ചെയ്യാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഇവിടെ നെഗറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആവും. അപ്പൊ ഇതേപോലെ ഇപ്പുറത്ത് ഇൻഡ്യൂസ് ആവും, നെഗറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആവും. ഈ സമയത്ത് എന്ത് പറ്റും, ഇത് പി എൻ ജംഗ്ഷന്റെ പി റീജിയനിൽ നെഗറ്റീവും എൻ റീജിയനിൽ പോസിറ്റീവ് ആണ്. ആ സമയത്ത് എന്ത് പറ്റും, റിവേഴ്സ് ബയാസിസിലായിരിക്കും ഡയോഡ് വർക്ക് ആവണം. ആ സമയത്ത് ഇതുവഴിയുള്ള ഫ്ലോ നടക്കൂല. അപ്പൊ എന്ത് പറ്റും, ഇവിടെ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഒന്നും കിട്ടൂല ഔട്ട്പുട്ടിൽ. ഇനി അടുത്ത് വീണ്ടും അഗെയിൻ റിപ്പീറ്റ്, നമ്മൾ എന്താ അടുത്ത് വീണ്ടും ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ഇൻഡ്യൂസ് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ഇൻഡ്യൂസ് ചെയ്യും,
ഇതേപോലെ ഇവിടെ പോസിറ്റീവ് ആവും, ഇവിടെ നെഗറ്റീവ്. അപ്പൊ എന്ത് പറ്റും, ഇവിടെ പി ജംഗ്ഷനിലെ പി റീജിയനിൽ പോസിറ്റീവ് വന്ന് എന്നില് നെഗറ്റീവ് വന്നു. അപ്പൊ എന്ത് പറ്റും, ഇതുവഴി ഒരു ഫ്ലോ ഉണ്ട്. അപ്പൊ ഫ്ലോ ഉള്ളവർ നമുക്ക് ഡി സി ഔട്ട്പുട്ടിൽ ഒരു ഇത് കിട്ടും. ഇത്രയേ ഉള്ളൂ. സോ ഇപ്പൊ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ പൾസേറ്റിംഗ് ഡി സി ആണ്. ഈ പൾസേറ്റിംഗ് ഡി സിയെ മാറ്റാൻ വേണ്ടി നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിച്ച് ഇതിനെ ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് ഡി സി എന്ന് പറയുന്നത് തിയററ്റിക്കലി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടൂല. കപ്പാസിറ്റർ വെച്ച് ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ ആണ് കിട്ടുന്നത്. ഇത്രയാണ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ.